റയൽ മാഡ്രിഡ് ഫാൻസ് ഗെറ്റ് റെഡി. കാരണം ഈ വരാൻ പോണ സീസൺ ഒന്നെങ്കിൽ റയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിന്റെ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺസ് ആയിരിക്കും, അല്ലെങ്കിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് സീസൺസ് ആയിരിക്കും. കാരണം ഇവിടെ ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. ജോസെ മൊറീനിയോയും റയൽ മാഡ്രിഡും എക്സ്ട്രീംസിൽ മാത്രമായിരിക്കും ഡീൽ ചെയ്യാൻ പോണത്. സോ ജോസെ മൊറീനിയോ ഇസ് ബാക്ക്. ഫബ്രീസിയോ ഹിയർ വി ഗോ കൺഫേം ചെയ്തു. 2008-ലും 2009-ലും റയൽ മാഡ്രിഡിന് ട്രോഫി ഒന്നും ജയിക്കാൻ പറ്റാതിരുന്നപ്പോ 2010-ല് പിറേസ് മൊറീനിയോനെ അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ഫാസ്റ്റ് ഫോർവേഡ് അടുപ്പിച്ച് 2 സീസൺസ് ട്രോഫി ഒന്നും ജയിക്കാൻ പറ്റാത്തപ്പോ പിന്നെയും പിറേസ് മൊറീനിയോനെ അപ്പോയിന്റ് ചെയ്തു. 2010-ൽ റയൽ മാഡ്രിഡ് കൊണ്ടുവന്ന ജോസെ മൊറീനിയോ ആണോ ഇപ്പൊ ഉള്ളത്? പ്രോബബ്ലി നോട്ട്. 2010-ല് മൊറീനിയോ വന്നത് ഒരു ട്രബിൾ വിന്നിംഗ് മാനേജറായിട്ടാണ്. ആൻഡ് ഇപ്പോ മൊറീനിയോ വരണതോ ബെൻഫീക്ക ആയിട്ടുള്ള ഒരു ഇൻവിൻസിബിൾ സീസൺ കഴിഞ്ഞിട്ട്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ടീം ഇൻവിൻസിബിൾ ആയിട്ട് ലീഗ് ജയിക്കാണ്ടിരിക്കണത് ഞാൻ കാണുന്നത്. വാട്ട് ഹാപ്പൻഡ്? എനിവേസ്, മൊറീനിയോന് കുറെ ഹേറ്റേഴ്സ് ഉള്ള പോലെ കുറെ ഫാൻസും ഉണ്ട്. പുള്ളി എവിടെ പോയാലും മൊറീനിയോനെ ഫോളോ ചെയ്യണ ഡൈ ഹാർഡ് ഫാൻസ്. ആൻഡ് അടുത്ത സീസണിലെ റയൽ മാഡ്രിഡിന്റെ ഗെയിംസ് കഴിഞ്ഞിട്ട് മൊറീനിയോ ഫാൻസും റയൽ മാഡ്രിഡ് ഫാൻസുമായിട്ടുള്ള ഒരു ഫൈറ്റ് എനിക്ക് ഇപ്പോഴേ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്, എൽ ക്ലാസിക്കോയില് ബാർസേന്റെ ഫേവറിൽ ഒരു റെഫറിങ് ഡിസിഷൻ വന്നു ആൻഡ് ബാർസ ആ കളി ജയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള മൊറീനിയോന്റെ പ്രസ് കോൺഫറൻസ്, ഇനി ജസ്റ്റ് മൊറീനിയോനെ മാറ്റിവെച്ച് റയൽ മാഡ്രിഡിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. 2022-ൽ വെംബ്ലി സ്റ്റേഡിയത്തില് ഡോട്ട്മണ്ടിനെ ബീറ്റ് ചെയ്ത് റയല് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്തു റയൽ മാഡ്രിഡ് അടുത്തൊരു 5-6 വർഷത്തേക്ക് വേൾഡ് ഫുട്ബോൾ ഡോമിനേറ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗ്. ആ ഫൈനൽ കഴിഞ്ഞപ്പോ ബെലിംഗ്ഹാമും വിനീഷ്യസ് ജൂനിയറും വേൾഡ് ഫുട്ബോളിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ടാലൻസ് ആയിരുന്നു. ആൻഡ് ആ ഗെയിം കഴിഞ്ഞിട്ടുള്ള സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് അവർ എംബാപ്പേനെയും സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തു. പക്ഷെ റയൽ മാഡ്രിഡും അവരുടെ ഫാൻസും എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ സംഭവിച്ചത്. റയൽ മാഡ്രിഡിന്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ മാനേജർ കാർലോ ആഞ്ചലോട്ടി ഒരു മേജർ ട്രോഫി പോലും ജയിക്കാതെയാണ് ബെർണബൗ എക്സിറ്റ് ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എക്സ് റയൽ മാഡ്രിഡ് ലെജൻഡായ ചാബി അലോൺസോ റയൽ മാഡ്രിഡിന്റെ മാനേജറായി. ആഞ്ചലോട്ടിന്റെ അത്രയും ട്രോഫീസോ ഐക്കോണിക് മൂമെന്റ്സോ ഇല്ലെങ്കിലും ആ സമയത്ത് ചാബി അലോൺസോ ഒരു ഭയങ്കര പ്രോമിസിംഗ് യങ് മാനേജർ ആയിരുന്നു. ബുണ്ടസ് ലീഗയിൽ ബയേണിന്റെ ഡോമിനൻസ് എൻഡ് ചെയ്ത് ലെവർക്യൂസനായിട്ട് അലോൺസോ ടൈറ്റിൽ ജയിച്ചു. കാർലോ ആഞ്ചലോട്ടിനെ മിക്കവരും കുറ്റം പറഞ്ഞത് പുള്ളിക്ക് ടാറ്റിക്സ് ഒന്നുമില്ല, പുള്ളി ജസ്റ്റ് വൈബ്സ് വെച്ച് കോച്ച് ചെയ്യണ ഒരു മാനേജറാണെന്നാണ്. ആൻഡ് അലോൺസോ ആണെങ്കിലോ തന്റെ ടാറ്റിക്സ് വെച്ച് ജർമ്മൻ ഫുട്ബോൾ കോൺകർ ചെയ്ത ഒരു മാനേജറും. ഷുവർലി ഇതെന്തായാലും വർക്ക് ചെയ്യും അല്ലേ? നോപ്പ്. അലോൺസോ ഒരു സീസൺ പോലും റയൽ മാഡ്രിഡിൽ ലാസ്റ്റ് ചെയ്തില്ല. അലോൺസോന്റെ അടിയിൽ റയൽ മാഡ്രിഡിന്റെ സിറ്റുവേഷൻ ബാഡ് ആണെങ്കിൽ ആർബലോവേന്റെ അടിയിൽ റയൽ മാഡ്രിഡിന്റെ സിറ്റുവേഷൻ ഹോറിബിൾ ആയി. പിച്ചിലെ പെർഫോമൻസും അതെ, ഓഫ് ദ ഫീൽഡ് പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും അതെ. ഐ മീൻ കം ഓൺ. 2 വീക്ക് മുമ്പാണ് വാൽവർഡേയും ചുവമേനിയും റയൽ മാഡ്രിഡിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് ഒരു WWE റിംഗ് ആക്കി മാറ്റിയത്. ചുവമേനിയുടെ സൈസ് നോക്ക് ആൻഡ് വാൽവർഡയുടെ സൈസ് നോക്ക്. വാൽവർഡെ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയത് എനിക്ക് ഒട്ടും സർപ്രൈസിംഗ് അല്ല. ആൻഡ് ഇങ്ങനത്തെ ഒരു സർക്കസിലേക്കാണ് ജോസെ മൊറീനിയോ എൻ്റർ ചെയ്യണത്. മൊറീനിയോന് എംബാപ്പയുടെയും വിനീഷ്യസിന്റെയും വാൽവർഡയുടെയും ബെലിംഗ്ഹാമിന്റെയൊക്കെ ഈഗോയിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേൾഡ് ഫുട്ബോളിൽ ആർക്കും പറ്റില്ല.